CPM-ൽ നിന്നല്ല, കോൺഗ്രസിൽ നിന്നല്ല, യാതൊരു പാർട്ടിയിലും വിശ്വസിക്കാത്ത ആളുകൾ പോലും, നേതാക്കൾ പോലും BJP-യിലേക്ക് വരിക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയത്തിന്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിൽ ഭരിക്കുക, അതിനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അതിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവരുടെ വോട്ട് നേടിയെടുക്കുക, അങ്ങനെ അധികാരം നേടിയെടുക്കുക, ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ രാഷ്ട്രീയം കാണുകയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് BJP മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. കേരളത്തിലും അതിനുള്ള സമയമായിരിക്കുന്നു എന്ന് അത് തെളിയിക്കുവാൻ പോവുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. അത് നമുക്ക് ഒരു മാസത്തിനകം തന്നെ അതിന്റെ റിസൾട്ടും അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ ഉള്ള ആ ഒരു സംഭവത്തിലൂടെ കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് വരിക തന്നെ ചെയ്യും. ഇന്നിപ്പോ 9 പേർ സംസാരിച്ചു, 15 പേർ സംസാരിച്ചു. അത് കോൺഗ്രസിൽ നിന്നാണോ BJP-യിൽ CPM-ൽ നിന്നാണോ എന്നുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിൽ BJP വളരുകയാണ്. ഇപ്പൊ ഇത്തരത്തിൽ തന്നെയാണ് ജനാധിപത്യം വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ത്രിപുരയിൽ പണ്ട് CPM-ന്റെ ഓഫീസ് തന്നെ ഇപ്പോ BJP-യുടെ ഓഫീസായി മാറി എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു ദിവസം CPM-ന് വോട്ട് കുത്തുന്ന ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് അദ്ദേഹം കാലാകാലം ആ പാർട്ടിയിൽ തന്നെ വിശ്വസിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിന്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങൾ മാറി ചിന്തിക്കുക തന്നെ വേണം. ആരാണ് ഏറ്റവും നല്ല നേതാവ്, ഏതാണ് ഏറ്റവും നല്ല പാർട്ടി, ആരുടെ പ്രത്യയശാസ്ത്രമാണ് ഏറ്റവും നല്ലത്, ആരാണ് ആ പ്രത്യയശാസ്ത്രത്തിനോട് വളരെ സത്യസന്ധത പുലർത്തി ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആ ഒരു നാടിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ വിശകലനം ചെയ്യുക തന്നെ ചെയ്യണം, നേതാക്കൾ വിശകലനം ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ മാറ്റത്തിന് ചുക്കാൻ പിടിക്കേണ്ടതും ഈ നേതാക്കൾ തന്നെയാണ്. അവർ അപ്പോൾ ഇന്നലെ വരെ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചത്, ഇന്നലെ വരെ ഏത് പ്രത്യയശാസ്ത്രത്തിലാണ് അവർ വിശ്വസിച്ചത് എന്നതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയെല്ലാം ഇവിടെ സംഭവിക്കുന്നത് BJP-യുടെ വളർന്നു വരുന്ന ആ ഒരു സ്ഥാനം, കേരള രാഷ്ട്രീയത്തിൽ BJP-യുടെ ആ ഒരു സ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചകമായി മാത്രമാണ് ഇത് കാണുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി അനലൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. LDF-നും UDF-നും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുവാൻ ഒന്നും ഇല്ല. ഇന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിം പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. BJP-യിലേക്ക് ആരാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്, ആദ്യം ആരാണ് പോകുന്നത്, എത്ര പേര് പോകുന്നത്, നമുക്കതിന്റെ കൗണ്ട് എടുക്കാം, നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ വിശകലനങ്ങൾ നടത്തി നോക്കാം. അങ്ങനെ രാഷ്ട്രീയത്തെ വളരെ തരം താഴ്ത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും കേരളത്തെ പിടിച്ചുയർത്തുവാൻ BJP-ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.